അല്ലാഹു തആലാന്റെ ദർഗയിലാണ്. ഇവിടെ 4 പ്രധാന ദർഗ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ 4 വേറെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഓർക്കാറുണ്ട്. ഒന്ന് സുൽത്താനുൽ ആലം, ഗൗസുൽ ആലം അല്ലേ? ഗൗസുൽ ആലമിന്റെ നാമധേയത്തിലുള്ള ഒരു മക്കാമിനാണ് നമ്മളിപ്പോ എന്തായത് അവിടെ സിയാറത്ത് പോയത്. ഇനിയിപ്പോ നമ്മളെത്തിയ മൊയ്നുദ്ദീനുള്ള പേരിൽ വേറെ ആരും ഓർമ്മ ഉണ്ടോ? ഖാജാത്തങ്ങൾ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ജുമാ മസ്ജിദ് കാണും, ശ്രീനഗർ ജുമാ മസ്ജിദ്. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ എന്ന പേരിൽ അറിയപ്പെട്ട ഹംസ മഖ്ദൂം റളിയല്ലാഹു തആലയെ സിയാറത്ത് ചെയ്യും. ഹംസ മഖ്ദൂം തങ്ങളെ നമ്മൾ സിയാറത്ത് ചെയ്യാണ്ട്. അപ്പൊ ഈ മൊയ്നുദ്ദീൻ നക്ഷബന്ദി ത്വരീഖത്തിനെ പറ്റി നമ്മുടെ കൂട്ടത്തിൽ വന്ന 36ഓളം ആളുകൾ നമ്മൾ സിയാറത്ത് ചെയ്ത് പോരാണ്. നക്ഷബന്ദി ത്വരീഖത്തിലെ വലിയ ഖലീഫയായ ബഹുമാനപ്പെട്ട സർഹിന്ദി അന്വേഷണം കൊള്ളുന്ന അഹമ്മദ് ഫാറൂഖി സർഹിന്ദി റളിയല്ലാഹു തആലയെ സിയാറത്ത് ചെയ്തിട്ടാണ് വരുന്നത്. ബഹുമാനപ്പെട്ട ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് നമ്മൾ സിയാറത്ത് ചെയ്ത് പെട്ടെന്ന് നമ്മൾ ഇറങ്ങും വേണം. മൊയ്നുദ്ദീൻ നക്ഷബന്ദി തങ്ങള് ബഹാവുദ്ദീൻ നക്ഷബന്ദി തങ്ങളാണ് ഇവിടെ വന്നത്. ബഹാവുദ്ദീൻ നക്ഷബന്ദി തങ്ങളാണ് ഇതിന്റെ തുടക്കക്കാരൻ. ആ ബഹാവുദ്ദീൻ നക്ഷബന്ദി തങ്ങളുടെ പേരമകനിൽപ്പെട്ടവരാണ് മൊയ്നുദ്ദീൻ നക്ഷബന്ദി തങ്ങൾ. ഈ മൊയ്നുദ്ദീൻ നക്ഷബന്ദി തങ്ങൾ നക്ഷബന്ദിയ ത്വരീഖത്തിനെ ഇവിടെ വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ത്വരീഖത്ത് വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പുതിയ മതം എന്ന നിലക്കല്ല. ഖാദിരിയ, റിഫായിയ, നക്ഷബന്ദിയ, സുഹറവർദിയ, ഒരുപാട് ത്വരീഖത്തുകളുണ്ടല്ലോ. ഒക്കെ വ്യത്യസ്തങ്ങളായ റൂട്ടുകളാണ് നമ്മുടെ മദ്ഹബ് പോലെ തന്നെ. അപ്പൊ അതിലേക്ക് ആളുകൾ ആകർഷിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാന്മാരാണ്. ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ ദർഗകളൊക്കെ ഇവിടെ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഹെ ഹമദാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദഅവത്താണ്. അദ്ദേഹം 700ഓളം വരുന്ന സയ്യിദന്മാരുമായി ഇവിടെ വന്നു ജനങ്ങൾക്ക് ഹിദായത്ത് പകർന്നു കൊടുത്തതാണ്. അപ്പൊ അന്ന് നമ്മൾ അഹമ്മദാബാദിലൊക്കെ പറയുന്നത് പോലെ അവർ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ ഇവിടത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു, ഔലിയാക്കന്മാരെ ക്ഷണിച്ചു കൊണ്ടുവന്നു. ആ ഔലിയാക്കൾ ഓലിവിടെ നിന്നാ മതി, ജനങ്ങൾ അവരിലേക്ക് ആകർഷ്ടരായി അവരെ കണ്ട് അവരുടെ ദഅവത്ത് കിട്ടി അവരുടെ ജലാലയത്തിന്റെ നോട്ടം കൊണ്ട് അവരൊക്കെ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തു വന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ കാശ്മീരിന്റെ ചരിത്രത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വലിയ മഹാനും കൂടിയാണ് ബഹുമാനപ്പെട്ട അങ്ങനത്തെ വലിയ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് മൊയ്നുദ്ദീൻ നക്ഷബന്ദി റളിയല്ലാഹു തആല അൻഹു. ഹിജറ 1085 ബഹുമാനപ്പെട്ടവർ എന്തായത് വഫാത്തായത്. 1085 ബഹുമാനപ്പെട്ട വഫാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതി